എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം അല്ലേ. 20 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആനകൾ റെയിൽപാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച AI അധിഷ്ഠിത സാങ്കേതിക വിദ്യ. ഇപ്പം AI റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പം അത് ഓരോന്നിങ്ങനെ വികസിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ആന ഈ റെയിൽവേ പാളം ക്രോസ് ചെയ്യുമല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂട്ടിയിടി തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ഒരു AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയുണ്ട്. അതേതാണ്? ഇതിലെല്ലാം നോക്കുമ്പോൾ ഗജ 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 എന്നാണ്. അപ്പം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല അവരുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി, ഗജരാജ് സുരക്ഷ കേട്ടോ. ഗജരാജ് സുരക്ഷയാണ് ആൻസർ. AI വികസിപ്പിച്ച ഒരു സാങ്കേതിക വിദ്യയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, 2023 നടന്ന 19ാമത് ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനും കൂടി എടുത്തത് കേട്ടോ. അപ്പം 19ാമത് ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ ഡി, ജർമ്മനിയാണ് കേട്ടോ, ജർമ്മനി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ്, ഓക്കെ, മിഷൻ ദക്ഷ് ഈ ഒരു പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ കേരളം ഇതിനകത്ത് എന്തായാലും ഇല്ല, ഓപ്ഷനിലേ ഇല്ല. ആരാണ്? ബീഹാറിലാണ് കേട്ടോ, ബീഹാറിലാണ്. ഈ ദക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡൈനാമിക് അപ്രോച്ച് ഫോർ നോളജ് ആൻഡ് സ്കില്ല് കേട്ടോ. ഇവിടെ എഴുതിയാലിപ്പം വൃത്തി ഉണ്ടാവില്ല. ഡൈനാമിക് എന്താണ്? അപ്രോച്ച് ഫോർ, ഇതിൽ നല്ല എഴുതാത്തായിരുന്നു അല്ലേ, നോളജ് ആൻഡ് സ്കില്ല്. ഓക്കെ, അപ്പം ഡൈനാമിക് അപ്രോച്ച് ഫോർ നോളജ് ആൻഡ് സ്കില്ല്, അതാണ് ദക്ഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ മിഷൻ ദക്ഷ് ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് കേട്ടോ. ഓപ്ഷൻ എ, ബീഹാർ. ഇനി നാലാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2023 ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം. 2023 യുനെസ്കോയുടെ സാംസ്കാരിക പട്ടികയിൽ ഇടം നേടിയത് ആരാണ്? ഗർഭയാണ്. എനിക്ക് ഗർഭ എന്ന് പറയുമ്പോൾ സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരാറ്, അതുകൊണ്ട് മറന്നു പോകില്ല. ഏത് നിത്യദാസ് പറയുന്നൊരു ഡയലോഗില്ലേ, ഡയലോഗ് ഓർമ്മയില്ല, ഗർഭ എന്ന് മാത്രം ഓർമ്മയുണ്ട്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? സൈബീരിയൻ കടുവകളെ എത്തിച്ചിട്ടുണ്ട്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗിലാണ്. ഓപ്ഷൻ എ, ഡാർജിലിംഗ്. അത് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ ഡാർലിംഗ് സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡാർജിലിംഗ് എന്നുള്ളത് ഡാർലിംഗ് എന്ന് വായിക്കാമല്ലോ. ഡാർലിംഗിൽ കാവ്യ മാധവൻ്റെ പേര് പത്മജ എന്നാണ് കേട്ടോ. പത്മജ, എന്തൊരു ഓർമ്മയല്ലേ എനിക്ക്. പത്മജനെയാണ് അതിനകത്ത് പപ്പി എന്നൊക്കെ വിളിക്കുന്നില്ലേ. ഓക്കെ, അതുകൊണ്ട് മറന്നുപോകില്ല. ഡാർജിലിംഗിലാണ് ആര്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് കേട്ടോ. ഓക്കെ, ആറാമത്തെ ചോദ്യം, കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാല. ഈ സമന്വയ നമ്മുടെ ഈ സ്കൂൾ ഒരു സമന്വയ പറയുന്നില്ലേ, അതെന്താണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സമന്വയ, സമ്പൂർണ്ണ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇത് പറയുന്നത് എന്താണ്? കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് എന്താണ്, പഠിക്കാൻ ഒരു അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പരിപാടിയാണ് സമന്വയ. ഇത് ഏത് സർവകലാശാലയാണ് ആരംഭിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, അന്തേവാസികൾക്ക് പഠിക്കാൻ ഒരു അവസരം, അപ്പോൾ അവർക്ക് ജയിൽ തുറന്നു കൊടുക്കുക അല്ലേ, വിശാലമായിട്ട് തുറന്നു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ പറയാമെന്നറിയോ? ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്ന് പഠിച്ചു വയ്ക്കുക. ബാക്കിയൊന്നിലും ഓപ്പൺ എന്നില്ല, അതുകൊണ്ടെല്ലാം കട്ട് ചെയ്തു. ഇനി എല്ലാം ഓപ്പൺ എന്ന് തന്നാൽ എന്നെ പറയരുത്. അപ്പോൾ സമന്വയ എന്നുള്ളത് ശ്രീനാരായണ ഗുരു, എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോട്ടോ. സമന്വയ എന്നൊക്കെ എഴുതുമ്പം ഒരു ശ്രീനാരായണ ഗുരു എന്നൊക്കെ എഴുതുന്ന പോലെയൊക്കെ തോന്നും. അപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ആ പരിപാടിയാണ് സമന്വയ പരിപാടി കേട്ടോ. ഓക്കെ, 7ാമത്തെ ചോദ്യം, 2023 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസിന് അർഹമായത് ആരൊക്കെയാണ്? പീസ് പ്രൈസിന് അർഹമായത് ഓപ്ഷൻ സി ആണ് വരിക, അലി അബു അവ്വാദും ഡാനിയൽ ബറൈൻബോയുമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, പീസ് പ്രൈസ് അല്ലെങ്കിൽ അവാർഡ്, പുരസ്കാരം എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ ഇവരുടെ 2 പേരിലും ഒരു അവാർഡുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. ഇതാ അവാർഡ് എന്ന് വായിച്ചൂടെ നിങ്ങൾക്ക്? ഇത് അവ്വാദ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതുകയെന്ന് വിചാരിക്കും. ഇത് എൻ്റെ W ആണ്. അപ്പം അവാർഡ് എന്ന് വായിക്കാൻ കഴിയില്ലേ? അപ്പോൾ ഇയാളുടെ പേരിൽ ഒരു അവാർഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതേപോലെ ഡാനിയൽ പുരസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ 2ാമത്തെ ആളുടെ പേരിൽ ഒരു ഡാനിയൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാൽ മതി. അലി അബു അവ്വാദും ഡാനിയൽ ബറൈൻബോയുമാണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസിന് അർഹമായിട്ടുള്ളവർ. ഇതിൽ ഈ അലി അബു അവ്വാദ് ഒരു പീസ് ആക്ടിവിസ്റ്റും ഡാനിയൽ ബറൈൻബോയും ഒരു ക്ലാസിക്കൽ പിയാനിസ്റ്റുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഓക്കെ ആയല്ലോ. 8ാമത്തെ ചോദ്യം, മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP. എന്താണ്? മികച്ച പാർലമെന്റ് അംഗം കേട്ടോ, MP. ഓക്കെ, സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP ആരാണ്? അതെ, ആരാണ്? NK പ്രേമചന്ദ്രനാണ് കേട്ടോ. NK പ്രേമചന്ദ്രൻ. അപ്പോൾ പ്രേമ MP എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കും. പ്രേമചന്ദ്രനാണ് കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം, 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 36ാമത്തത് എന്ന് പറയുമ്പം അതെപ്പോഴാണ്? 2024 തന്നെയാണ്. 2024 ഫെബ്രുവരിയിലാണ് നടന്നത്. കേരള സയൻസ് കോൺഗ്രസ് നടന്നത് കാസർഗോഡാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് ഇത് നടന്നിട്ടുള്ളത്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് 2024. 10, ഒട്ടകവർഗത്തിലെ ജന്തുക്കളുടെ ക്യാമലിഡസ് എന്ന് പറയും. ആ ഒരു ജന്തു വിഭാഗത്തിന് നമ്മൾ പറയുന്നത് ക്യാമലിഡസ്. അപ്പോൾ ഒട്ടകവർഗത്തിലെ ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത്. അത് നമുക്കിങ്ങനെ ആലോചിക്കാം. ഇപ്പോൾ ഒട്ടകത്തിനൊക്കെ പ്രധാനപ്പെട്ട റോള് കൊടുത്തൊരു സിനിമയായിരുന്നു അല്ലേ ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പം ആടുജീവിതം ഇറങ്ങിയത് ഏത് വർഷമാണ്? ഈ വർഷമാണല്ലോ. അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം. 2024 തന്നെയാണ് ആൻസർ വരുന്നത്. 10ാമത്തത് ഓപ്ഷൻ ബി 2024 ആൻസർ. അപ്പോൾ ഒട്ടകത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സിനിമ ആടുജീവിതമല്ലേ ഈ അടുത്തിറങ്ങിയത്? അത് 2024 ഇറങ്ങിയത്. അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ഇതിനിടയിൽ ചോദിക്കുവാണ്. ആടുജീവിതം നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇറങ്ങിയ തുടക്കത്തിലെ റിവ്യൂ മൊത്തം അടിപൊളി, സൂപ്പർ, ഓസ്കാർ ലെവൽ ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നോക്കുമ്പം അതേ ആളുകളാണോ പിന്നെ വേറെ കണ്ട ആളുകളാണോ അറിയില്ല. ആവറേജ് മൂവിയാണ്. തുടക്കത്തിൽ കൊടുത്ത കാര്യം അത്രയും ഇതൊന്നും ഇതിനില്ല. ഇതൊരു ആവറേജ് മൂവിയാണ് എന്നുള്ള രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയട്ടോ. ഞാൻ ഏതായാലും കണ്ടിട്ടില്ല. ജസ്റ്റ് ഇതിനിടയിൽ അറിയാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം 11. എത്രാമത്തെ ഒളിമ്പിക് ഗെയിംസിനാണ് 2024 പാരീസ് വേദിയാവുന്നത്? എത്രാമത്തെ ഒളിമ്പിക് ഗെയിംസിനാണ് 2024 പാരീസ് വേദിയാവുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലായി 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ വേദി പാരീസാണ്. അത് എത്രാമത്തെയാണ്? 33 അപ്പോൾ 33ാമത്തെ ഒളിമ്പിക് ഗെയിംസ് ആണ് 2024 പാരീസിൽ കേട്ടോ. 33. ഓക്കെ. 12. 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ മിഷോങ് കേട്ടോ. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ 2023 ഡിസംബറിലുണ്ടായ ഒരു ചുഴലിക്കാറ്റാണ് മിഷോങ്. ഇവിടെ ചുഴലിക്കാറ്റിൻ്റെ പേരും തന്നിട്ടുണ്ട്. ഈ പേര് നൽകിയത് ആരെന്നാണ് ചോദ്യം. മിഷോങ് മ്യാൻമർ ആണ് ആ പേര് നൽകിയത്. ഓപ്ഷൻ ബി മ്യാൻമർ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ എന്താ പഠിച്ചത്? 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ്. അതിന് ആ പേര് നൽകിയത് മ്യാൻമർ ആണ്. 13ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ വി ഹരി നായരാണ് അല്ലേ. ഓപ്ഷൻ എ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. ഓക്കെ. ഇനി 14. 2023 മാർച്ചിൽ
ISRO വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം ഏതാണെന്നറിയാവോ? മെഗാട്രോപിക്സ് 1 കേട്ടോ. മെഗാട്രോപിക്സ് 1 ആണ്. 15ാമത്തെ ചോദ്യം, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം. അപ്പോൾ ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കണ്ണനൊക്കെ മധുരയിലാണുള്ളത്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഓപ്ഷൻ എ മധുരൈ TN ശേഷഗോപാലൻ. മധുരൈ TN ശേഷഗോപാലൻ. ഓക്കെ. 16, ചുവടെ പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിൻ്റെ ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായ്? അത് ഈ വാർത്തകളിലൊക്കെ കുറച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് കിട്ടും. ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാണ് ആര്? മല്ലിക സാരാഭായ്. ഡോക്ടർ മല്ലിക സാരാഭായ്. ഓക്കെ. 17ാമത്തെ ചോദ്യം, 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ഞാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു കാറ്റുണ്ടാവില്ലേ എന്തെങ്കിലും രീതിയിലുള്ള? ഓക്കെ, ഏതാണ്? അറബിക്കടലിൽ. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? മിഷോങ് മ്യാൻമർ പേര് നൽകി 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടു എന്ന് പറഞ്ഞു. ഇതെന്താ പറയുന്നത്? 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് കേട്ടോ. ഓപ്ഷൻ ബി തേജ് ആണ്. തേജ്. ഓക്കെ. 18, 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാളം സിനിമ. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ആട്ടമാണ്. ആട്ടം. ഓക്കെ. 19, ചോളത്തിൻ്റെ കൃഷിയും ഉൽപാദനവും പ്രോത്സാഹിപ്പിക്കാനായി മുഖ്യമന്ത്രി മകാ മിഷൻ ആരംഭിച്ച സംസ്ഥാനം. മുഖ്യമന്ത്രി മകാ മിഷൻ. ഒഡീഷയാണ്. ഓപ്ഷൻ സി ഒഡീഷ കേട്ടോ. ഒഡീഷ. ഓക്കെ. 20, ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്-ചിഗ്? ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണെന്നറിയാവോ? ചിക്കുൻ ഗുനിയാണ്. ഓപ്ഷൻ സി ചിക്കുൻ ഗുനിയ. ഓക്കെ. 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇക്സ്-ചിഗ്, ചിക്കുൻ ഗുനിയ കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ മല്ലിക സാരാഭായ് ഏത് സ്ഥാപനത്തിൻ്റെ ചാൻസലറാണ്? കേരള കലാമണ്ഡലം അല്ലേ? ഓക്കെ. ഇനി ചോദ്യം ചോദിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.